She's Afra, one of the face of race. എൻ്റെ പേര് അഫ്ര. ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. 2022 ബാച്ച് ആണ്. ഞാൻ റേസിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പത്രം വായിക്കാറുണ്ട് എല്ലാവരും. പേരൻസ് കുട്ടിയൊക്കെ നീറ്റിന്റെ പേപ്പർ വാങ്ങിച്ചു കൊടുക്കുന്ന കാലത്താണ് ജീവിക്കുന്നത്. ഈ 40-50 ലക്ഷം ഉണ്ടെങ്കിൽ ശരിക്കും അവർക്ക് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തൂടെ? പക്ഷെ എന്തുകൊണ്ടാണ് ഈ 40-50 ലക്ഷം അവർ കൊടുത്ത് പേപ്പർ ലീക്ക് ആക്കുന്നത്? പ്രസ്റ്റീജ് ഇഷ്യൂ. ലൈക്ക് പേരൻസിന് അവരെ മക്കൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുമ്പോഴാണ് ആ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ഇല്ലേ? അതുകൊണ്ടാണ് അത്രയും പൈസ കൊടുത്ത് പേപ്പർ ലീക്ക് ആക്കാൻ വരെ ആൾക്കാർ ശ്രമിക്കുന്നത്. ആഗ്രഹം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഉള്ളിലൊരു ഫയർ ഉണ്ടാവണം. ഇത് വെറുതെ കിട്ടുന്ന സാധനമല്ല. കഴിഞ്ഞ വർഷം 660 ഉണ്ടായിരുന്നെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു. ഈ വർഷം 660 ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഗവൺമെന്റിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. റിപ്പീറ്റേഴ്സ്, റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സ്, അതും കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഡിഗ്രി കഴിഞ്ഞ് എഴുതുന്ന ആൾക്കാർ. പക്ഷെ നിങ്ങളിപ്പോൾ പ്ലസ് ടുന് കൂടെ എഴുതാൻ പോകുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവരെക്കാളും കുറച്ച് ഒരു പടി എഫേർട്ട് നിങ്ങൾ കൂടുതൽ ഇടേണ്ടി വരും. ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഡോക്ടർ ആവാന്നുള്ള ഒരു ഡ്രീം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. നിങ്ങൾ ആ ഫയർ എപ്പോഴും വലുതാക്കിക്കൊണ്ടിരിക്കണം.